എഴുതിയ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യമാണ് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത്. ഹീബ്രു ചാപ്റ്റർ 12 വേഴ്സ് 3, 12-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യമാണ് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത്. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളുവീൻ. എബ്രായ ലേഖനം 11-12 അധ്യായം എബ്രായ ലേഖനത്തിലെ ഏറ്റവും ഈടുറ്റിയ അധ്യായങ്ങളാണ്. 11-ാമത്തെ അധ്യായം എന്ന് പറഞ്ഞാൽ വിശുദ്ധ വേദപുസ്തകത്തിനകത്ത് വിശ്വാസവീരന്മാരുടെ പട്ടികകളെ എല്ലാം കൂടെ ഒരു മാല മുത്തുകൊണ്ട് മാല കോർക്കുന്നത് പോലെ ആ എഴുത്തുകാരൻ കോർത്ത് എഴുതി വച്ചിരിക്കുകയാണ് വിശ്വാസവീരന്മാരുടെ കാര്യം. സ്തോത്രം. ചെങ്കടൽ വറ്റിച്ചതും യെരിഹോവിനെ ഇടിച്ചതും സ്തോത്രം ആദിയായ കാര്യങ്ങളെല്ലാം കോർത്തിണക്കി വേദപുസ്തകത്തിൽ നടന്ന അത്ഭുതങ്ങളുടെ പിറകിലോട്ട് വിശ്വാസം എന്ന പദം എഴുത്തുകാരൻ എഴുതി ചേർക്കുക. 11-ാം അധ്യായത്തിൽ വിശ്വാസത്താൽ അവർ ചെങ്കടലിലൂടെ നടന്നു, വിശ്വാസത്താൽ അവർ യോർദാനിലൂടെ നടന്നു, വിശ്വാസത്താൽ മോശത്താൻ വളർന്നപ്പോൾ മിസ്രൈമിലെ നിക്ഷേപങ്ങളേക്കാൾ ക്രിസ്തുവിൻ്റെ എല്ലാം വിശ്വാസം 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 വിശ്വാസത്താൽ സംഹാരകൻ തൊടാതെ വണ്ണം അവർ ചോരത്തളിയും പെസകായും ആചരിച്ചു. ഇങ്ങനെ വിശ്വാസത്താൽ വിശ്വാസത്താൽ എന്ന് എഴുതി ഏൽപ്പിച്ചിട്ട് മുഴുവൻ പേരെ എഴുതിയിട്ട് തികയാതെ വന്നപ്പം സ്തോത്രം കുറച്ച് പേരുടെ പേര് ഒന്നിച്ചെഴുതി വെച്ച് പറഞ്ഞു, ഇവരെക്കുറിച്ച് വിവരിപ്പാൻ സമയം പോരാന്ന് പറഞ്ഞു. കാര്യം സമയമുള്ളപ്പോൾ ഇനിയും പറയാമെന്ന് പറഞ്ഞു. 12-ാമത്തെ അധ്യായത്തിലോട്ട് വന്നു കയറുമ്പം അതേ ദൈവമനുഷ്യൻ എഴുതുകയാണ്, ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം. അതാരാ? 11-ൽ എഴുതിയ സാക്ഷികളുടെ സമൂഹം. ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് നമ്മൾ 2 കാര്യം ചെയ്യണം. പാപവും വിടണം, ഭാരവും വിടണം. ചിലർ പാപം വിടും, ഭാരം വിടുകയില്ല. ചിലർ ഭാരം വിടും, പാപം വിടുകയില്ല. ഒന്ന് അടുത്തിരിക്കുന്ന ആളെ തൊട്ടച്ച് പറ, ഭാരവും വിടണം, പാപവും വിടണമെന്ന് പറ. പാപത്തിനൊരു കുഴപ്പമുണ്ട്, നമ്മൾ വിട്ടാലും നമ്മളെ വിടണമെന്ന് നിർബന്ധമൊന്നുമില്ല. പാപം നമ്മൾ വിട്ടാലും ആർക്കും പാപം ചെയ്യണമെന്ന് താല്പര്യമൊന്നുമില്ല. പക്ഷേ നമ്മൾ വിട്ടാൽ ഈ പാപം നമ്മളെ എന്ത് ചെയ്യത്തില്ല, വിടത്തില്ല. എത്ര പ്രാവശ്യമാണ് കർത്താവിനോട് ക്ഷമ ചോദിച്ചാൽ കർത്താവ് ഇനി അത് ചെയ്യത്തില്ല. മുദ്രയിടുന്നു, ബൈബിളെടുത്ത് തലയിൽ വെക്കുന്നു, ബൈബിളെടുത്ത് കൈവച്ച് പ്രാർത്ഥിക്കുന്നു, രക്തം കൊണ്ട് മുദ്രയിടുന്നു, 101 പ്രാവശ്യം പറയുന്നു ഇനി അവന് ചെയ്യത്തില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെയും ചെയ്യുക. കാര്യം പാപത്തിന് ഈ ജഡവുമായി ഭയങ്കര സ്വാധീനമുണ്ട്. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. പണ്ട് സാധു കൊച്ചുഞ്ഞുപദേശി തൻ്റെ അനുഭവകഥകൾ പറഞ്ഞ കൂട്ടത്തിൽ ദൈവത്തിന് സ്തോത്രം, അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു. അദ്ദേഹം ഉപവസിച്ച് പോകുമ്പം ഉപവസിച്ച് ഒരു സ്ഥലത്തോട്ട് യോഗത്തിന് പോകുന്ന സമയത്ത് ഒരു സ്ഥലത്ത് ഒരു കൊച്ചു മാടക്കടയിൽ ഒരു പഴക്കൊല കെട്ടിയിട്ടേക്കുന്നു. നല്ല കാളിപ്പഴത്തിൻ്റെ കൊല, വലിയ കൊല. പുള്ളിക്ക് വായിക്കൂടെ വെള്ളം ഊറി കേട്ടോ. പുള്ളിക്കാരൻ ഇങ്ങനെ ആ വാഴക്കൊലയെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നടന്നു പോയപ്പോൾ ആരാണ്ട് ഒരു പഴം കഴിച്ചിട്ട് ഒരു തൊലി അതിൻ്റെ മുമ്പിൽ ഇട്ടിരുന്നു. അതേ ചവിട്ടി താഴെ വീണു. അയ്യോ ഉപദേശം വീണെന്ന് പറഞ്ഞ് എല്ലാവരും ജോഡി വന്നപ്പോൾ പുള്ളി പറഞ്ഞ് എന്നെ തൊട്ടുപോയേക്കല്ല, അവൻ്റെ പഴക്കൊതി അങ്ങ് തീരട്ടെന്ന് എന്ന് പറഞ്ഞാൽ മനസ്സിലായി. ഈ ജഡത്തിന് അങ്ങനെ കുറച്ച് കുഴപ്പങ്ങളുണ്ട്. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ വിട്ടാലും നമ്മളെ വിടാത്ത പാവങ്ങളുണ്ട്. ചിലർ പറയും ഇനി ഞാൻ ആ സൈറ്റിൽ കയറത്തില്ല, മുദ്ര ചെയ്യുന്നു. പക്ഷേ 2 ദിവസം കഴിയുമ്പോൾ പിന്നെ അങ്ങ് നിങ്ങളാരും മിണ്ടുന്നില്ല. ഇനി ഞാൻ ആ ചാറ്റ് ചെയ്യത്തില്ല, കർത്താവേ സ്തോത്രം രക്തം കൊണ്ട് മുദ്രയിടുന്നു, ഇനി ചാറ്റ് ചെയ്യത്തില്ല. 2 ദിവസം കഴിയുമ്പോൾ പിന്നെ അറിയാതെ ഒരു ദിവസം ബ്ലോക്ക് ചെയ്യും. ഒരു ദിവസം ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് ആ ബ്ലോക്കിങ് അങ്ങ് മാറ്റും. ഇതെല്ലാം പാസ്റ്റർ എങ്ങനെ അറിയുന്നതെന്നാണ് ഇപ്പോൾ ചിലർ ചോദിക്കുന്നത്. നിങ്ങളുടെ കാര്യമല്ല ഇവിടെ നിന്നോണ്ട് പറയുക. അപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഇവിടെ എന്താ മനസ്സിലാക്കുന്നത് അറിയാം? നമ്മൾ വിട്ടാലും ഭാരം നമ്മളെ വിടത്തില്ല, നമ്മൾ വിട്ടാലും പാപം നമ്മളെ വിടത്തില്ല. ഈ 2 കാര്യങ്ങളാണ്. ചിലർ കണ്ടിട്ടില്ലയോ, ബെൻസേല വന്നേ അതിനെക്കാട്ടി നാഷണൽ പെർമിറ്റ് ലോറിയുടെ ഭാരവുമായിട്ടാണ് വരുന്നത് ഈ ചർച്ചിലോട്ട്. ചിലർ കണ്ടിട്ടില്ല, ബ്രദറെ ജീവിക്കുന്നതേ ഉള്ളൂ, അതിനെന്നാ വലിയ ഭാരം നെഞ്ചിരിക്കുക. ചിലർ ഈ ഭാരമൊക്കെ ഇരിക്കുന്ന ഇന്ത്യ അവരെടുത്തോണ്ട് നടക്കുന്ന പോലെയൊക്കെയാണ് അവർ വരുന്നത്. അങ്ങനെയൊന്നുമല്ല. നിങ്ങൾ ശ്രദ്ധിച്ച്, ഒരു കൊച്ചു ജീവിതമാണ്. നിങ്ങൾ ഒരു ഭാരവും വേണ്ട, നിങ്ങളുടെ കാര്യമൊക്കെ കർത്താവ് നടത്തി തരും. അതൊരു വിശ്വാസമാണ്. എത്ര വലിയ ഭാരമുള്ള വിഷയം മുമ്പിൽ വന്നാലും കർത്താവ് ഇത് നടത്തി തരുമെന്ന് ഉറപ്പുള്ളവർ കൈ ഉയർത്തി ഒരു സ്തോത്രം ചെയ്യും. അല്ലേ? അപ്പം ഭാരവും വിടണം, പാപവും വിടണം. ഒന്ന് തൊട്ടച്ച് പറയാം, ഭാരവും വിടണം, പാപവും. ചിലർ പറയും പാസ്റ്റർ പാപം വിട്ടാച്ചാൽ ഞങ്ങൾ യോഗത്തിൽ നിന്ന്, പക്ഷേ ഞങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും ഭാരം വിടത്തില്ല. പണ്ടൊരു കഥ കേട്ടിട്ടുണ്ട്.
ഒരമ്മച്ചി ഇങ്ങനെ ഒരു ചാക്ക് അരിയും വെച്ച് നടന്നു പോകുമ്പോൾ ഒരുത്തൻ പണ്ടൊക്കെ കാറൊന്നുള്ള സമയമല്ല, കാളവണ്ടിയും കൊണ്ട് വരിക. കാളവണ്ടിയും കൊണ്ട് വന്നു പോകാൻ കാളവണ്ടിക്കാരൻ ഈ അമ്മച്ചി ഇങ്ങനെ, നിങ്ങൾക്കറിയാമല്ലോ, ഈ ചുമടെടുക്കുമ്പം ഈ നമ്മുടെ നടുവിന് ഭയങ്കരമായിട്ട് കുനിച്ചിൽ വരും. അപ്പോൾ ഈ ചുമടെടുത്ത് ഇങ്ങനെ നടന്നു പോകുന്നത് കണ്ടപ്പോൾ ഈ കാളവണ്ടിക്കാരൻ ദേഹം നോക്കിയിട്ട് അമ്മച്ചി പറഞ്ഞ് കയറിക്കോളാൻ പറഞ്ഞു. അപ്പോൾ കാളവണ്ടി കയറുന്നത് എങ്ങനെയാണെന്നറിയോ? സ്തോത്രം. കാളവണ്ടിയാൽ കയറിയാൽ കാളവണ്ടിക്കാരൻ മുമ്പോട്ടും കയറുന്നവർ പുറകോട്ടും ആയിരിക്കുന്നത്. അത് കാളവണ്ടിയെ കയറിയിട്ടുള്ള ആരെങ്കിലും ഉണ്ട് എന്ന് കൈവയ്ക്കുക. കാളവണ്ടിയെ ആഹാ, നിങ്ങൾ ചെറിയ ആൾക്കാരൊന്നും അല്ലല്ലോ. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചേ, ഞാൻ എൻ്റെ കൊച്ചുപ്രായത്തിലൊക്കെ കാളവണ്ടിയെ കയറിയിട്ടുണ്ട്. ആഹാ, പോകാൻ കയറിയിട്ടില്ലെങ്കിൽ ചുമ്മാ പിള്ളേർ കാളവണ്ടി അവിടെ കൊണ്ടിടുമ്പോൾ കയറിയിരുന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. അപ്പം കാളവണ്ടിക്കാരൻ മുമ്പോട്ടാ കാളെ നയിക്കുന്നത്, ആൾ പുറകോട്ടായിരിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഈ കാളവണ്ടിക്കാരൻ ഈ അമ്മച്ചി ഈ കാളവണ്ടിയെ കയറിയിരിക്കുമ്പോൾ ഈ കാളവണ്ടിക്കാരൻ ഇങ്ങനെ വർത്തമാനം പറയും, അമ്മച്ചി എന്തുകൊണ്ട് വിശേഷം, അമ്മച്ചിയുടെ വീട് എവിടാ, സ്തോത്രം. അപ്പോൾ അമ്മച്ചി ചോദിക്കുക, ഇങ്ങനെ എല്ലാവരെയും നിങ്ങൾ കാണുമ്പം കാളവണ്ടിയെ കയറ്റുമോ? പുള്ളി പറഞ്ഞില്ല, അങ്ങനൊന്നും പറഞ്ഞൊന്നും അല്ല കേട്ടോ, ഇങ്ങോട്ട് നോക്കി അമ്മ ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ട് പോകുമ്പോൾ 2-2.5 മണിക്കൂർ കഴിഞ്ഞപ്പം സ്ഥലത്തെത്തിയപ്പോൾ അമ്മച്ചി പറഞ്ഞു ഇവിടാന്ന് പറഞ്ഞു. കാളവണ്ടിക്കാരൻ ഇറങ്ങിക്കോന്ന് തിരിഞ്ഞു നോക്കിയപ്പം അമ്മച്ചി ഈ ഒരിയാൾക്ക് സാധനം തലേ വെച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ എന്താണെന്നറിയോ? സ്തോത്രം. സത്യത്തിൽ ഇത് കാളവണ്ടിയെ വെച്ചിട്ട് അമ്മച്ചി ഫ്രീ ആയിട്ടിരിക്കേണ്ടിയാ. ഇതുപോലെ പലരും യോഗത്തിന് വന്നാൽ ഒരു 500 കിലോയും തലേ വെച്ചുകൊണ്ടാണ് യോഗത്തിന് ഇരിക്കുന്നത്. ചിലർ കയറി വരുമ്പോൾ ഈ സ്റ്റെപ്പയിൽ ഇത് വെച്ചേച്ച് പോയി ഇറങ്ങി പോകുമ്പോൾ എടുത്തുകൊണ്ട് പോകും. അങ്ങനെ ഒന്നും ചെയ്യരുത്, ഭാരം കൊണ്ട് നടക്കരുത്. ഹല്ലേലൂയ, നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. സ്തോത്രം. അപ്പം സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം എന്ത് ചെയ്യണം? സ്ഥിരതയോടെ ഓടണം. എങ്ങനെ ഓടണം? സ്ഥിരതയോടെ. തോന്നിയ പോലെ ഓടരുത്, സ്ഥിരതയോടെ. നിങ്ങൾ ശ്രദ്ധിച്ച്, ഒളിമ്പിക്സിലൊക്കെ ഓടി സമ്മാനം ലഭിക്കണമെങ്കിൽ ചുമ്മാ ഓടിയാൽ കിട്ടത്തില്ല. ഓടുന്നതിന് നിയമങ്ങളുണ്ട്. വിസിലടിക്കുമ്പോൾ ഓടാൻ തുടങ്ങണം. ദൈവത്തെ റാക്ക് തെറ്റി ഓടരുത്, തോന്നിയ വഴിയെ കൂടെ ഒന്നും ഓടരുത്. ഓടിയാൽ ജയിക്കത്തില്ല. ഓടാൻ നിനക്ക് ലൈൻ വരച്ചിട്ടുണ്ട്, അതിലേക്ക് ഓടിക്കണം. എന്നിട്ട് താഴെ എഴുതിയിരിക്കുകയാണ് എങ്ങനെ ഓടണമെന്ന വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ നോക്കുക. ഓടുന്നവരോട് പറയുക, യേശുവിനെ നോക്കി ഓടണം. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. ആരെ നോക്കി ഓടണം? ഓടിത്തളർന്നവർ, ഓടി വീണവർ, ഓടിത്തകർന്നവരൊക്കെ മുമ്പിൽ വരുമ്പം ഈ ഓട്ടത്തിൽ വീഴാതിരിക്കാൻ ഒരാളെ നോക്കണം, യേശുവിനെ നോക്കണം. പാസ്റ്റർമാരെ നോക്കിയും അച്ഛന്മാരെ നോക്കിയും പ്രാർത്ഥനക്കാരെ നോക്കിയും രോഗശാന്തിക്കാരെ നോക്കിയും ഒന്നും ആരും വിശ്വാസത്തിൽ വരരുത്. വിശ്വാസത്തിൽ വരുവാന്ന് യേശുവിനെ നോക്കിയേ വരാവൂ. കാരണം നിങ്ങളെപ്പോലെ പാസ്റ്റർമാരും ദൈവദാസന്മാരും ഒക്കെ മനുഷ്യരാണ്. പക്ഷേ മനുഷ്യരെ നോക്കിയാൽ ഒത്തിരി കുറവുകൾ കാണും. ഒരു കുറവുമില്ലാത്ത ഒരാളേ ഉള്ളൂ, അവൻ്റെ പേരാ യേശു. അതുകൊണ്ട് ആരെ നോക്കി വരണം? യേശുവിനെ നോക്കി വരണം. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാൽ. അപ്പം നമ്മുടെ നോട്ടം എവിടുന്ന് പറയരുത്? യേശുവിൽ നിന്ന് പറയും. എന്നിട്ട് താഴെ പറഞ്ഞിരിക്കുന്ന വാക്യമാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കാൻ പോകുന്നത്. അപ്പം 2 കാര്യം വിട്ട് തൊടണം. സകല ഭാരവും മുറുകെ പറ്റുന്ന ഭാവവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ, വിശ്വാസത്തിന് നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കി ഓടണം. ഇനി 3-ാമത്തെ വാക്യം, നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിപ്പാൻ. 2 കാര്യങ്ങൾ എഴുത്തുകാരൻ വെളിപ്പെടുത്തുകയാണ്. നിങ്ങളുടെ ഉള്ളിൽ 2 കാര്യങ്ങൾ ഉണ്ടാകരുത്. ഒന്ന്, ക്ഷീണം ഉണ്ടാകരുത്. നിങ്ങളുടെ ഉള്ളിൽ മടുപ്പും ഉണ്ടാകരുത്. ക്ഷീണവും മടുപ്പും ഉണ്ടാകാതിരിക്കണം എന്ത് എന്നറിയാമോ? യേശു ക്രിസ്തുവിനെ ധ്യാനിക്കണം. എന്താണ് യേശുവിനെ ധ്യാനിക്കേണ്ടത്? എന്താണ് ക്ഷീണം, എന്താണ് മടുപ്പ്? ആദിയായ കാര്യങ്ങളാണ് ഇന്ന് ധ്യാനിക്കാനായിട്ട് പോകുന്നത്. അല്പസമയം നമുക്ക് ഈ വചന വെളിപ്പാടിൽ നമുക്കായിരിക്കാം. നിങ്ങൾക്ക് മനസ്സിലായോ? ഒരു ദൈവവൈദ്യനെ സംബന്ധിച്ച് അവനിൽ നടക്കുന്ന എല്ലാ പ്രക്രിയകളും, സ്പിരിച്വൽ കാര്യങ്ങളെല്ലാം നടക്കുന്നത് ഹൃദയത്തിലാണ്. എവിടെയാണ് രക്ഷ നടക്കുന്നത്? എവിടാണ്? ഹൃദയത്തിൽ. സ്നേഹം വസിക്കുന്നത് എവിടാണ്? ഹൃദയത്തിൽ. പരിശുദ്ധാത്മാവ് വസിക്കുന്നത് എവിടെയാണ്? ഹൃദയത്തിൽ. ദൈവത്തിന് സ്തോത്രം. യേശു വസിക്കുന്നത് എവിടാണ്? ഹൃദയത്തിൽ. എൻ്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു. വചനം വസിക്കുന്നത് എവിടാ? അപ്പോൾ രക്ഷ വസിക്കുന്ന ഹൃദയത്തിൽ, സ്നേഹം വസിക്കുന്നത് ഹൃദയത്തിൽ, പരിശുദ്ധാത്മാവ് വസിക്കുന്ന ഹൃദയത്തിൽ, വചനം വസിക്കുന്നത് ഹൃദയത്തിൽ, യേശു വസിക്കുന്നത് ഹൃദയത്തിൽ. അപ്പോൾ എല്ലാം വസിക്കുന്നത് എവിടാ? ഹൃദയത്തിലാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ പറയുന്നത്, പുതിയ നിയമത്തിൽ വരുമ്പം കൈ കഴുകാതെ ഭക്ഷണം കഴിക്കുന്നതല്ല വിഷയം. പുതിയ നിയമത്തിലെ ആത്മീയ വിഷയം ഹൃദയത്തിൻ്റെ ശുദ്ധീകരണമാണ്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. നമ്മൾ കർത്താവിന് സ്തോത്രം. സ്വർഗത്തിൽ ഇന്ന ആൾക്കാർ സ്വർഗത്തിൽ പോകുന്നതിന് ഗലാത്യ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്. ഇന്ന ആൾക്കാർ സ്വർഗത്തിൽ പോകത്തില്ല. നമ്മളതിനകത്ത് 4-5 കാര്യങ്ങൾ മാത്രമേ എടുക്കും. നിങ്ങൾ നോക്കി, നമ്മൾ പറയും സ്വർഗത്തിൽ പോകാതിരിക്കാൻ വേണ്ടി നിങ്ങളാരും സിഗരറ്റ് വലിക്കരുത്, സ്വർഗത്തിൽ പോകണമെന്ന് ആഗ്രഹമുള്ള ആരും കള്ളു കുടിക്കരുത്, സ്വർഗത്തിൽ പോകുന്ന ആഗ്രഹമുള്ള ആരും വ്യഭിചാരം ചെയ്യരുത്,
സ്വർഗത്തിൽ പോകണമെന്ന് ആഗ്രഹമുള്ളവരാരും മോട്ടിക്കരുത്. പക്ഷേ അതിനപ്പുറത്ത് 6-7 കാര്യമുണ്ട്, അതാരും പറയത്തില്ല. കണ്ടോ, മിണ്ടുന്നില്ല. അവർ പറയുന്നത് സ്തോത്രം, കള്ളു കുടിക്കുകയും വ്യഭിചാരം ചെയ്യുകയും മോഷ്ടിക്കുകയും ദൈവത്തിന് സ്തോത്രം കള്ളസത്യം ചെയ്യുകയൊക്കെ ചെയ്യാതിരുന്നാൽ മതി. പകയും പിണക്കവും കോപവും ക്രോധവും അതൊന്നും വിഷയമല്ല. അതില്ലാത്ത മനുഷ്യരാരാ ഉള്ളത്. പക്ഷെ സ്വർഗത്തിൽ പോകത്തില്ലെന്നാ ബൈബിൾ. ഒരാമയും വരുന്നില്ല. ആ ഗലാത്യ ലേഖനത്തിലെ ആ വാക്യം ഒന്ന് എടുത്ത് വായിക്കുന്ന, ആത്മാവിന്റെ ഫലങ്ങളെ കുറിച്ച് വായിക്കുന്ന, ജഡത്തിന്റെ പ്രവൃത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറുക്കൂത്ത് മുതലായവ എന്ന് വെളിവാകുന്നു. ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കിയില്ല. പകയുള്ള ആരും പിണക്കമുള്ള ആരും എന്ത് ചെയ്യത്തില്ല, സ്വർഗത്തിൽ പോകത്തില്ല. കണ്ടോ, ഇപ്പൊ സ്തോത്രം മൊത്തം നിന്നേ കണ്ടോ. അപ്പൊ എന്താ, അപ്പം പിണങ്ങാതെ ജീവിക്കാൻ പറ്റുമോ? പകയില്ലാതെ ജീവിക്കാൻ പറ്റുമോ? ഇതെല്ലാം മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. ഇതിനെല്ലാം ശുദ്ധീകരണം നടക്കേണ്ടത് ഹൃദയത്തിലാണ്. എന്തുവാണ് ശുദ്ധീകരണം നടക്കേണ്ടത്? നിന്നെ ഒരാൾ ഉപദ്രവിച്ചു. ഇപ്പം ഞാൻ എക്സാമ്പിൾ പറയാം. നമുക്ക് പറ്റുന്ന ഏറ്റവും വലിയൊരു ഫോൾട്ട് പറയാം. ഇപ്പം എന്നെ സ്തോത്രം ആരുടെ പേര് പറയാം, ഇപ്പം സാവുച്ചാൻ്റെ പേര് പറയാം. സാവുച്ചാൻ എന്നെ ഉപദ്രവിക്കല്ലേ, സാവുച്ചാൻ എന്നെ ഭയങ്കരമായിട്ട് ഉപദ്രവിച്ചു കഴിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് ഉപദ്രവിച്ചു. എനിക്ക് തിരിച്ചൊന്നും ഉപദ്രവിക്കാൻ പറ്റത്തില്ല, ഞാൻ ഉപദേശിച്ചില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ സാവുച്ചാനെ പറ്റി സ്തോത്രം അനിലിനോട് പറഞ്ഞു, സാവുച്ചാനെ പോലെ ഒരു ഭയങ്കരം വേറെ, അത് പറഞ്ഞോട്ടെ, സാവുച്ചാനെ കുറിച്ച് ഒരു ഭയങ്കരം വേറെ ഇല്ല. പുള്ളി എന്തോന്ന് കൊള്ളാം. പുള്ളിയെപ്പറ്റി ഒരു 500 കാര്യം പറഞ്ഞുകൊണ്ടൊക്കെ ഞാൻ അനിലിനെ കണ്ടപ്പോൾ അനിലിനോട് പറഞ്ഞു. സ്തോത്രം മറ്റൊരു ബ്രദറിനെ കണ്ടപ്പോൾ ആ ബ്രദറിനോട് പറഞ്ഞു. വേറൊരു പുള്ളിക്കാരനെ കണ്ടപ്പോൾ പുള്ളിക്കാരനോട് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞു നടക്കുക. നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടെ, ഞാൻ ഒരിക്കലും സ്വർഗത്തിൽ പോകത്തില്ല. ഇപ്പം എന്നെ പറ്റി സാവുച്ചാൻ മോശമായി സംസാരിച്ചാൽ, സാവുച്ചാനെ പറ്റി തിരിച്ചൊന്നും ഞാൻ ഇരിക്കുവാണെങ്കിൽ എനിക്ക് സാവുച്ചാനോട് ദേഷ്യമില്ലെന്ന് തെളിയത്തുള്ളൂ. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. അപ്പം ഞാൻ നിങ്ങളോട് ചോദിക്കാം, പാസ്റ്റർ ഞാൻ വലിയ തെറ്റൊന്നും ചെയ്യുന്നില്ല പാസ്റ്റർ, എന്നെ ദ്രോഹിച്ച അവനെ ഞാൻ വിടണോ? 4 മോശമായ കാര്യം അവനെക്കുറിച്ച് പറഞ്ഞില്ലേ, എനിക്കൊരു ഉറക്കം. അപ്പം ഇതെല്ലാം നടക്കണം. അതുകൊണ്ടാണ് പറഞ്ഞത്, പുതിയ നിയമത്തിലെ ഏറ്റവും വലിയ ശുദ്ധീകരണം കർത്താവ് ഒരിക്കൽ പറഞ്ഞു, പുറത്തുനിന്ന് അകത്തോട്ട് ചെല്ലുന്നതൊന്നും മനുഷ്യനെ എന്നും പറഞ്ഞുകൊണ്ട് വിസ്കി കുടിക്കാമെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. ഇന്നാൾ ഒരു ബ്രദറിനോട് ചോദിച്ചു, പാസ്റ്ററെ അകത്തുനിന്ന് പുറത്തോട്ട് വരുന്നതാണെന്നോ അശുദ്ധമാക്കുന്നത്? പുറത്തു ഞാൻ പറഞ്ഞ് രണ്ടും ഉണ്ടെന്ന് പറഞ്ഞു. രണ്ടാം മിണ്ടുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ കാര്യം, ഒരു ചെറുക്കൻ എന്നോട് ചോദിച്ചു, ബിയർ കുടിക്കുന്ന പാവമാണോ പാസ്റ്റർ? സത്യം പാസ്റ്റർ ഇപ്പം പറ. ഞാൻ പറഞ്ഞു ശരിക്കും തെറ്റാ. അപ്പം പുള്ളി ചോദിച്ചു, നോ ആൽക്കഹോൾ കുടിക്കുന്നുവോ? ഞാൻ പറഞ്ഞാടാ, ഇപ്പം നീ അത് കുടിച്ചാൽ ഇച്ചിരി കഴിയുമ്പോൾ നീ ആൽക്കഹോളിക്ക് കുടിക്കും, അത് കുടിച്ചാൽ നീ ഇച്ചിരി കഴിയുമ്പോൾ ബിസ്കി കുടിക്കും, ബിസ്കി കുടിച്ചാൽ ഇച്ചിരി കഴിയുമ്പോൾ നീ പുകയടിക്കും, ഇങ്ങനെ പോയി നീ നരകത്തിൽ പോവും. അങ്ങനെ ചെയ്യാതിരിക്കണമെങ്കിൽ കണ്ടോ, സ്തോത്രമൊക്കെ പോയല്ലോ. അപ്പം എല്ലാ പ്രക്രിയയും നടക്കുന്നത് എവിടെയാണ്? ഹൃദയത്തിലാണ്. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോടൊരു കാര്യം തുറന്നു പറയാം, ഏറ്റവും വലിയ ശുദ്ധീകരണം എവിടെ നടക്കണം? ഹൃദയത്തിൽ നടക്കണം. ഹല്ലേലൂയ. ഹൃദയത്തിൽ നടക്കുന്ന ശുദ്ധീകരിക്കുന്ന 3 മേഖലയാണ്. 1, വചനത്താൽ നമ്മൾ ശുദ്ധീകരിക്കപ്പെടും. 2, രക്തത്താൽ നമ്മൾ ശുദ്ധീകരിക്കപ്പെടും. 3, ഏറ്റുപറച്ചിലൂടെ നമ്മൾ ശുദ്ധീകരിക്കപ്പെടും. ഞാനിന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് പറയാം, സാത്താൻ്റെ സകല പദ്ധതികളും പൊളിച്ചു കളയുന്നതാണ് നമ്മുടെ അകത്ത് നടക്കുന്ന ശുദ്ധീകരണം. ലംഘനം മറച്ചു വെക്കുന്നവന് ശുഭം വരത്തില്ല. ഏറ്റുപറഞ്ഞുപേക്ഷിച്ചാൽ കരുണ ലഭിക്കും. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാൽ. അപ്പം നമ്മൾ വാക്യത്തിലോട്ട് വരിക. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചേ, നിങ്ങളുടെ ഉള്ളിൽ 2 കാര്യം, നിങ്ങളുടെ ഉള്ളിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ ഹൃദയത്തിൽ 2 കാര്യം ഉണ്ടാകരുത്. ഒന്ന് ക്ഷീണിക്കുകയും ചെയ്യരുത്, മടുക്കുകയും ചെയ്യരുത്. ഒന്ന് തൊട്ടു അടുത്തിരിക്കുന്ന കൈ കൊടുത്ത് പറ, ഹൃദയം ക്ഷീണിക്കരുതെന്ന് പറ. നിങ്ങളുടെ ഈ ഹൃദയം ക്ഷീണിച്ചു കഴിഞ്ഞാൽ മുഖത്തൊരു സന്തോഷം ഉണ്ടാകത്തില്ല. ചിലതൊക്കെ ഈ ഹൃദയ സന്തോഷം ഉണ്ട്, ഭയങ്കര ഒരാളുടെ ഒറിജിനൽ സൗന്ദര്യം വെളിപ്പെടുന്നത് എവിടെയാണ്? ഹൃദയ സന്തോഷം വരുമ്പോഴാണ്. എന്തുവാ? ഹൃദയ സന്തോഷം വരുമ്പോഴാണ്. ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടെ, നിങ്ങളുടെ കുഞ്ഞിനൊരു നല്ല ജോലി കിട്ടി, അന്ന് ആ ആഴ്ച യോഗത്തിന് വരുമ്പോഴായിരിക്കും ആ അമ്മയുടെ മുഖത്ത് ഈ അമ്മ ഇത്രയും സുന്ദരിയാണോ നമുക്ക് തോന്നിപ്പോകുന്നതിൻ്റെ കാരണം എന്താ? അകത്തെ സന്തോഷം. ഇന്നുവരെയും ചിരിക്കാത്ത ആൾക്കാരെ ഞാൻ ഈ യോഗത്തിൽ കാണുന്നു. ഇന്നുവരെ ഒരിക്കൽ പോലും ചിരിച്ചിട്ടില്ല. എപ്പോഴും ഇങ്ങനെ ഗൗരവത്തോടെ നിന്നെയും കൊല്ലും ഞാനും ചാവുന്നു മഞ്ഞ് നിൽക്കുക. അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ നോക്കിയേ, ഹൃദയ സന്തോഷം നമുക്ക് വേണം. എന്തോ വേണം? ഹൃദയ സന്തോഷം. 5 കോടിയുടെ വീടുണ്ട്, പക്ഷെ ഒരു സന്തോഷവും ഇല്ല. എന്തുവാ പ്രയോജനം?
ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരൻ ബിൽഡിങ്ങിൻ്റെ മതി എടുത്ത് താഴ്ത്തി ചാവുമായിരുന്നു. ഞാൻ മിണ്ടുന്നില്ലല്ലോ, നിങ്ങൾ എന്നാ മിണ്ടാത്തെ? ഹല്ലേലൂയ. അപ്പോൾ പണമൊന്നുമല്ല സന്തോഷം. ഏറ്റവും വലിയ സന്തോഷം ഹൃദയ സന്തോഷമാണ്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഞാനിവിടെ ഇരിക്കുന്ന ചിലരോട് ദൈവത്തിൻ്റെ ദൂത് പറയുക. ഹല്ലേലൂയ. ഹൃദയ സന്തോഷം. ഹല്ലേലൂയ. അത് വലിയ കാര്യമാണ്. എത്ര പേര് അതിന് ആമീൻ പറയാൻ പറ്റും? ഹല്ലേലൂയ. ഇന്ന് ഇവിടുന്ന് പോകുമ്പം സന്തോഷം കൊണ്ട് പോകണം. ആമീൻ. ദൈവത്തിന് സ്തോത്രം. ഒരിക്കൽ ഒരു മനഃശാസ്ത്രജ്ഞൻ്റെ അടുക്കൽ ഒരു പെങ്കൊച്ചി എന്നിരുന്നിട്ട് പറഞ്ഞു, സാറേ ഡോക്ടറെ എനിക്ക് ചിരിക്കാൻ പറ്റുന്നില്ല, ചിരിക്കാൻ ഇച്ചിരി മരുന്ന് തരാമെന്ന് ചോദിച്ചു. ഉടനെ ആ ഡോക്ടർ പറഞ്ഞു, ചിരിക്കാൻ മരുന്ന് വേണ്ട കൊച്ചെ, അപ്പുറത്ത് ഒരു സർക്കസ് കൂടാരമുണ്ട്, അവിടെ ഒരു പെങ്കൊച്ചിൻ്റെ ഒരു ഷോ ഉണ്ട്, ഊഞ്ഞാല് കിടന്നുണ്ട്, അത് കണ്ട ഏത് ചിരിക്കാത്തവനും ചിരിക്കും. ഇന്ന് ഡോക്ടർ പറഞ്ഞു, ഇന്നലെ ഞാൻ പോയി ആ ഷോ കണ്ട് പൊട്ടിച്ചിരിച്ച് 2.5 മണിക്കൂർ. ആ പെങ്കൊച്ചി ചോദിച്ചു, സ്തോത്രം ഡോക്ടറോടെ പോയോ, ചിരിച്ചോ? ചിരിച്ചു. ഡോക്ടറെ ഇന്നലെയാണോ ചിരിച്ചാ? ഇന്നലെ ഡോക്ടറെ 2.5 മണിക്കൂർ ചിരിപ്പിച്ച കൊച്ച് ഞാനാ, എനിക്ക് ചിരിക്കാൻ മരുന്ന് തരാമോ? ഞാൻ നിങ്ങളോടൊരു ദൂത് പറയാം, നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ. ദൈവസന്നിധിയിലെ ഏറ്റവും വലിയ സന്തോഷത്തെ പ്രത്യേകത എന്താണെന്നറിയോ? അവൻ്റെ സന്നിധിയിൽ സന്തോഷമുണ്ട്, അവൻ്റെ വലത്തുഭാഗത്ത് പ്രമോദമുണ്ട്. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. അപ്പോൾ ഒരു കാരണവശാലും നമ്മുടെ ഹൃദയം എന്ത് ചെയ്യരുത്? ക്ഷീണിക്കരുത്. ഒരു നല്ല ആമീൻ പറഞ്ഞാട്ട്. ആമീൻ. ഞാൻ ബൈബിളിലോട്ട് വരാം. 61-ാം സങ്കീർത്തനം എടുക്കാം. വചനധ്യാനം തുടങ്ങുകയാണ്. 61-ാം സങ്കീർത്തനം 2-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. 61-ാം സങ്കീർത്തനം 2-ാമത്തെ വാക്യം. എന്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ, ദാവീദാണ് ഈ സങ്കീർത്തനം എഴുതി. എന്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഞാൻ ഭൂമിയുടെ അറ്റത്ത് നിന്ന് നിന്നെ വിളിച്ചപേക്ഷിക്കും. മതി, ഞാൻ ഭൂമിയുടെ അറ്റത്ത് നിന്ന് നിന്നെ വിളിച്ചപേക്ഷിക്കും. ആരുടെയും ഹൃദയം ക്ഷീണിക്കുന്നുണ്ടെങ്കിൽ ഒട്ടും മനസ്സ് തളരരുത്. ആമീൻ. ദൈവത്തെ വിളിച്ചപേക്ഷിച്ചോണം. ഈ ഹൃദയം ക്ഷീണിച്ചൊക്കെ വലിയ വലിയ ടെൻഷൻ അടിച്ച് വീട്ടിൽ ഇരിക്കാതെ ചൊവ്വാഴ്ച രാവിലെ ഇങ്ങ് പോരണം, ഞായറാഴ്ച വൈകിട്ട് ഇങ്ങ് പോരണം. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ദൈവത്തെ വിളിച്ചാൽ ഭയങ്കര സന്തോഷം ഉണ്ടാവും. എത്ര പേര് അതിന് ആമീൻ പറയാൻ പറ്റും? നിങ്ങൾക്കറിയാമോ, ഹൃദയം ക്ഷീണിക്കുന്നത് എപ്പോഴാണെന്നുള്ള ചില ചിന്തകൾ നിങ്ങളുടെ മനസ്സിലോട്ട് കൊണ്ടുവരാം. ഈ ഹൃദയം ക്ഷീണിക്കുമ്പോഴാണ് ചില ആൾക്കാർ പറയുന്നത്, ഇനി ജീവിക്കണമെന്ന് ആഗ്രഹമില്ല, ഇനിയും ജീവിക്കണമെന്ന്. ഞാനിപ്പോഴും ഓർക്കും, ഒരിക്കലൊരു ഫാമിലി, സ്തോത്രം, അവരുടെ ഒരു വളരെ അടുത്തൊരു ഫാമിലി ഫ്രണ്ടിനെ കൊണ്ട് എൻ്റെ അടുക്കൽ വന്നു. അമ്മി കൊണ്ടുവന്നത് ഒരു സ്ത്രീയാണ്, ഒരു പെൺകുട്ടിയാണ്. അവൾ അമ്മി ഒരു കോളേജിൽ, സ്തോത്രം, അമ്മി കുട്ടികളെ പഠിപ്പിക്കുന്ന അമ്മി, സ്തോത്രം, ഒരു സാറാണ്. ചുരുക്കി പറയാം, എടുക്കൽ വന്നപ്പോൾ അവളും ഭർത്താവും തമ്മിൽ ഇച്ചിരി പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾക്ക് ചില കാരണങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് ഞാൻ വെളിപ്പെടുത്തുന്നില്ല. പക്ഷെ പ്രശ്നങ്ങളുള്ളത് കൊണ്ട് ആ പുള്ളിക്കാരത്തി എന്നോട് പറഞ്ഞു, പാസ്റ്ററെ സത്യത്തിൽ പറയാം, എനിക്ക് ജീവിക്കണമെന്നില്ല, എങ്ങനെയും ഒന്ന് മരിച്ചു കിട്ടിയാൽ മതി. ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിക്കണം. ചുരുക്കി പറയാം, ഞാൻ പ്രാർത്ഥിക്കുവാനൊക്കെ ഇടയായി. ചുരുക്കി പറയാം, 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ സോൾവായി. പ്രശ്നം സോൾവായി കഴിഞ്ഞ്, സ്തോത്രം, ആമി 2-3 ആഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ അടുക്കമെന്ന് പറഞ്ഞു, പാസ്റ്ററെ, ഞാൻ ചോദിച്ചു, സിസ്റ്ററെ എന്തുവായി മറ്റേ ഇനി ജീവിക്കേണ്ടെന്ന് പറഞ്ഞ കാര്യം? അയ്യോ, അതൊക്കെ അന്നേരം അങ്ങ് പറഞ്ഞില്ലയോ എൻ്റെ ബ്രദറെ, ഇനി 2 കുഞ്ഞുങ്ങളും ഒക്കെ ദൈവം തരാൻ പ്രാർത്ഥിക്കണം. ജീവിക്കാൻ തുടങ്ങിയതല്ല ഉള്ളൂ, ഒന്ന് ജീവിക്കാൻ പ്രാർത്ഥിയിര് കേട്ടോ. ക്ഷീണിച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, എനിക്ക് എന്ത് ചെയ്താൽ മതി? മരിച്ചാൽ മതി. ഈ ചില ആൾക്കാർ പറയത്തില്ലയോ, വലിയ പ്രശ്നങ്ങൾ വരുമ്പോൾ പറയാം, കർത്താവ് ഇങ്ങ് വന്നാൽ മതി. വരണ്ടിയിട്ടൊന്നും ആഗ്രഹം ഉണ്ടായിട്ടല്ല, കർത്താവ് വന്നാൽ പിന്നെ ഒന്നും ചെല്ലു പറയാം. ഇന്നാളെ ഒരാളിനോട് പറഞ്ഞു, ആത്മഹത്യ ചെയ്യാൻ ബൈബിളിൽ വാക്യം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ സൂക്ഷ്മ ആത്മഹത്യ ചെയ്തേനെ. ഞാൻ പറഞ്ഞു, ഉണ്ടല്ലോ, യൂദായി ചെയ്തല്ലോ. നിങ്ങളാരും മിണ്ടുന്നില്ലല്ലോ. യൂദ അപ്പം നരകത്തിൽ പോകത്തില്ല. ഞാൻ പറഞ്ഞു, 2 കൂടെ ഒക്കുവോ? പണ്ട് അമ്മ സ്തോത്രം, ഒരു സാറ് ഒരു ബൈബിൾ ബൈബിൾ ക്ലാസ് എടുത്തേച്ച് സ്റ്റുഡൻസിനെ എല്ലാം വിളിച്ചിരുത്തിയിട്ട് ചോദിച്ചു, ധനവാനെ ലാസറിനെ കഥയായിരുന്നു സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് അമ്മി സ്തോത്രം, ആ സാറ് ചോദിച്ചു, അമ്മി നിങ്ങൾക്ക് ധനവാനെ പോലാകണോ ലാസറിനെ പോലാകണോ? ആരും മിണ്ടിയില്ല. ഒരു ചെറുക്കൻ എഴുന്നേറ്റ് പറഞ്ഞു, ഭൂമി ധനവാനെ പോലെയും സ്വർഗത്തിൽ ലാസറിനെ പോലെയും. അപ്പോൾ കർത്താവ് സാറ് പറഞ്ഞു, പണി കൈയിരിക്കട്ടെ എന്ന് പറഞ്ഞു. നിങ്ങൾ ഇങ്ങോട്ട് നോക്കിയാൽ ദൈവത്തിൻ്റെ സ്തോത്രം, നമുക്ക് എന്താ ഇവിടെ പഠിക്കാൻ കഴിയുന്ന ദൂതം നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടെ. ആമീൻ. നിങ്ങളുടെ ഹൃദയം ക്ഷീണിക്കരുത്. ഓരോരുത്തവരുടെ ഹൃദയം ക്ഷീണിക്കാനും ഓരോ കാരണമുണ്ട്. ചിലർ ഒരു സ്വപ്നം കണ്ടാൽ മതി ഹൃദയം ക്ഷീണിച്ചു പോകും. ഞാൻ പണ്ട് പറഞ്ഞ ഒരു അനുഭവം ഇവിടെ പറഞ്ഞെന്ന് എനിക്കറിയത്തില്ല. ഞാനൊരു മീറ്റിങ്ങിൽ പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. ഒരു അപ്പനും അമ്മയും ഒരു മോളെയും കൊണ്ട് എൻ്റെ പ്രയർ ഹാളിൽ പ്രാർത്ഥിക്കാനായിട്ട് വന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, പാസ്റ്ററെ എൻ്റെ മോക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ വലിയൊരു കാര്യത്തിലോട്ട് നിങ്ങളുടെ മനസ്സിനെ കൊണ്ടുവരാനാണ്, ക്രിസ്തുവിനെ ധ്യാനിക്കുക എന്ന വിഷയത്തിലേക്ക് വരാൻ പോകുന്നത്. എൻ്റെ മോക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അവിടെ വിവാഹം നടക്കാൻ പ്രാർത്ഥിക്കണം.
നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഞാനപ്പോൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പം ആ അമ്മ പറഞ്ഞു, പാസ്റ്ററെ അമ്മി മോടെ വിവാഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചില്ലേലും ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിയില്ല. ഞാൻ നോക്കി, മോടെ വിവാഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ട അന്ന് ലോകത്തിൽ പറഞ്ഞ ഏക അമ്മയെ ഞാൻ കണ്ടതന്ന. ഹല്ലേലൂയ. എനിക്ക് മനസ്സിലായി ഇതിനകത്ത് എന്തോ കാരണമുണ്ട്. ഞാൻ പറഞ്ഞു, അമ്മയെ കാര്യം പറ. അമ്മ പറഞ്ഞു, അമ്മയൊരു സ്വപ്നം കണ്ടു, അമ്മയ്ക്കൊരു ദൂതൊരിക്കൽ കിട്ടി. എന്തുവാ ദൂത് കിട്ടിയെന്നറിയാമോ? നിന്റെ മോടെ കല്യാണം എന്ന് കഴിയുമോ അന്ന് നീ മരിക്കും. വേണ്ട, മിണ്ടുന്നില്ല. പിശാച് കാണിച്ചതാ. ഇങ്ങോട്ട് നോക്കിയേ. അതുകൊണ്ട് അപ്പം പ്രാർത്ഥിക്കും മോടെ കല്യാണം നടക്കാം, അമ്മ പ്രാർത്ഥിക്കും നടക്കല്ലേ, നാം നടന്നാൽ മരിക്കുമല്ലോ. ചുരുക്കി പറയാം, സ്തോത്രം, ഞാൻ അമ്മയെ പറഞ്ഞു മനസ്സിലാക്കി. അമ്മയുടെ തലേ കൈവച്ച് പ്രാർത്ഥിച്ച് അമ്മയുടെ കെട്ടുപടിച്ച് അമ്മയെ വിട്ടു. ഞാൻ നിങ്ങളോടൊരു കാര്യം കൂടെ പറയാം. കുറച്ച് ദിവസം കഴിഞ്ഞു കൊച്ചിൻ്റെ കല്യാണം കഴിഞ്ഞു. കൊച്ചിന് 2 പിള്ളേരുണ്ടായി. ഇന്ന് വരെ അമ്മയെ മരിച്ചിട്ടില്ല. ഇപ്പം ആ കൊച്ചിനെയും കയ്യിലെടുത്തോണ്ട് പിടിച്ചോണ്ട് പാസ്റ്ററെ പ്രൈസ് ദി ലോർഡ് കൊച്ചുമോനാന്ന്. എന്താ വരുന്ന കുഴപ്പം? മനസ്സ് ക്ഷീണിച്ചാൽ ഒത്തിരി കാരണങ്ങളുണ്ട്. ഇവിടെ ഇരിക്കുന്ന ചിലരോട് പറയുക, നിന്റെ ദൈവം നിനക്ക് തന്ന കഴിവ്, ദൈവം നിനക്ക് തന്ന താലന്ത്, ദൈവം നിനക്ക് തന്ന സൗന്ദര്യം, ദൈവം നിനക്ക് തന്ന അഭിവൃദ്ധി, അതിൻ്റെ ഫുൾ സിംഗിൽ വരാതെ വണ്ണം നിന്റെ മനസ്സിനെ ക്ഷീണിപ്പിക്കുന്ന സകല ദുഷ്ടശക്തികളുടെ മേലും ഇന്നത്തെ ആരാധനയിൽ ജയമുണ്ടാകണം. മനസ്സിനെ ക്ഷീണിപ്പിക്കുന്ന, നിന്റെ അകത്ത് നെഗറ്റീവായ കാര്യങ്ങൾ സംസാരിക്കുന്ന, മൈൻഡിനെ ഡിസ്റ്റർബ് ചെയ്യുന്ന ആ സകല സ്പിരിറ്റുകളും ഇന്ന് നിന്റെ വീട്ടിൽ നിന്ന് വഴിമാറണം. തിരിച്ചറിഞ്ഞു ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. ഇന്ന് ധൈര്യപ്പെട്ടിട്ട് ഇവിടെ ദാവീദ് പറയുക, എൻ്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഞാൻ ഭൂമിയുടെ അറ്റത്ത് നിന്ന് നിന്നെ വിളിച്ചു. എൻ്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഞാൻ ഭൂമിയുടെ അറ്റത്ത് നിന്ന് നിന്നെ വിളിച്ചപേക്ഷിക്കും. എൻ്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഞാൻ ഭൂമിയുടെ അറ്റത്ത് നിന്ന് നിന്നെ വിളിച്ചപേക്ഷിക്കും. വേദപുസ്തകത്തിൽ ഹന്ന എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ ചരിത്രം ബൈബിളിലുണ്ട്. ഞാൻ വിവരിക്കുന്നില്ല. അവൾക്ക് സ്തോത്രം അവളെ ഒരാൾ അവിടെ വീട്ടിലിട്ടിങ്ങനെ കുത്തുവാക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ നിങ്ങളെ പറയാം, ചിലരുടെ മനസ്സ് ക്ഷീണിക്കുന്നത് ചില കുത്തുവാക്കുകളാണ്. ഞാൻ നിങ്ങളോട് പറയാം, ആരെന്തോ പറഞ്ഞാലും നീ മൈൻഡ് ചെയ്യരുത്. ഒരാമയും വരുന്നില്ല. ഹല്ലേലൂയ. ഒരിക്കൽ ഒരു ബ്രദർ എന്നോട് വന്ന് പറഞ്ഞു, അദ്ദേഹം ദൈവത്തിന് സ്തോത്രം, അദ്ദേഹം ഒരു ബിസിനസ് ചെയ്ത സമയത്ത്, ഹല്ലേലൂയ, ആ ബിസിനസ്സിനകത്ത് സ്തോത്രം അദ്ദേഹം ഏതാണ്ടൊരു കമ്മീഷൻ വാങ്ങിച്ചു എന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെക്കുറിച്ച് ആ നാട്ടുകാരെല്ലാം സ്തോത്രം അതും ഇതുമെല്ലാം പറഞ്ഞു വരച്ചുകൊണ്ട് പുള്ളിക്കാരന് ബിസിനസ് ചെയ്യുന്നില്ല. പുള്ളി എൻ്റെ അടുക്ക വന്നിട്ട് പറയാം, പാസ്റ്റർ ഞാൻ ബിസിനസ് എല്ലാം നിർത്തി. ഞാൻ ചോദിച്ചു, എന്നാ പറ്റി? അത് ഞാൻ ബിസിനസ് ചെയ്തപ്പോൾ കമ്മീഷൻ വാങ്ങിച്ചെന്ന് എൻ്റെ ബ്രദർ എല്ലാവരോടും പറഞ്ഞു വരുത്തി. ഇപ്പം നാട്ടുകാരുള്ള എന്നെ കാണുമ്പം കമ്മീഷൻ എന്ന് വിളിക്കുക. അതുകൊണ്ട് ഞാനിപ്പം എന്ത് ചെയ്യുന്നില്ല, ബിസിനസ് ചെയ്യുന്നില്ല. ഞാൻ ഞടാ മണ്ടച്ചാരെ, നിനക്ക് ബിസിനസ് ചെയ്യാനാ കഴിവ് തന്നേക്കുന്നത്, നീ ധൈര്യമായി ചെയ്യണം. കണ്ട മിണ്ടുന്നില്ല. എൻ്റെ അടുക്കുന്നൊരു പോക്ക് പോയി. ഒരാൾ കമ്മീഷൻ വിളിച്ചു. അപ്പോൾ പുള്ളി അടുക്ക ചെന്നേച്ച് പറഞ്ഞു, നിൻ്റെ വീട്ടിൽ വല്ല ബിസിനസ് ചെയ്യാനോടെ എന്നെ വിളിക്കണം, എൻ്റെ പേര് കമ്മീഷൻ എന്നാ. അവൻ്റെ മിണ്ടുന്നില്ല. 4 പേരോട് അങ്ങനെ പറഞ്ഞപ്പോൾ അവിടുത്തെ എല്ലാ ഇടപാടും തീർന്നു. അവൻ്റെ കഷ്ടകാലവും മാറി. ഇപ്പം എറണാകുളത്ത് നല്ല സ്ഥലവും ഫ്ലാറ്റും ഒക്കെ വെച്ച് താമസിക്കുക. ഞാൻ എന്തിനായി പറയുന്നത്? നിന്നെ ക്ഷീണിപ്പിക്കുന്ന ചില വാക്ക്, നിന്നെ തകർക്കുന്ന ചില വാക്ക് നിനക്കെതിരെ അഴിച്ചു വിടുമ്പോൾ നീ അതിനെ എതിർക്കുന്ന ഒരു കൃപ നിനക്ക് ദൈവം തരട്ടെ. എത്ര പേര് അതിന് ആമീൻ പറയാൻ പറ്റും? ചില വാക്ക് നിമിത്തം ക്ഷീണിക്കുക, ചില വാക്ക് നിമിത്തം. ഈ ചിലതൊക്കെ നീ പേടിക്കും. എപ്പോഴും ഉള്ളൊരു വാക്കാണ് ഈ ചില കുഞ്ഞുങ്ങളെ നോക്കിക്കൊണ്ട് എതിരാളികൾ പറയുന്നൊരു വാക്കാണ്, നിന്റെ കൊച്ചിനെ കൊണ്ട് നീ അനുഭവിക്കത്തില്ല. നിന്റെ കൊച്ചിനെ കൊണ്ട് അപ്പോൾ അവളൊന്ന് തോറ്റാ പറഞ്ഞേ പറയും, അല്ലേലും അവൾ പ്രാഗിയതുമാണ്, അതുകൊണ്ടാണ് എൻ്റെ കൊച്ച് അനുഭവിക്കാത്തത്. അങ്ങനല്ല, നാട്ടുകാർ മുഴുവൻ പ്രാഗിയാലും നിന്റെ കൊച്ചിനെ അനുഗ്രഹിക്കാൻ ദൈവം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ കൊച്ച് അനുഗ്രഹിക്കപ്പെടും. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. കണ്ടോ, നിന്റെ മനസ്സിൻ്റെ ക്ഷീണം, ഹൃദയത്തിൻ്റെ ക്ഷീണം ഇന്ന് കർത്താവ് മാറ്റുകയാ. നീ ക്ഷീണിച്ചു പോകരുത്. നിങ്ങൾ ശ്രദ്ധിച്ച്, ഈ പാസ്റ്റർമാരോടൊരു ദൂത് ഞാൻ പറയാം. ഇത് വിശ്വാസികളെ മാത്രമല്ല നമ്മളെ എല്ലാം ബാധിക്കുന്ന കാര്യമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ട്, ഒരാൾ പരാജയപ്പെടണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഹൃദയം ക്ഷീണിച്ചാൽ മതി. പരാജയപ്പെടുവാന്ന് അദ്ദേഹത്തിൻ്റെ ഹൃദയം ക്ഷീണിച്ചാൽ മതി. സ്തോത്രം. എപ്പോഴും ഓർക്കണം, പ്രാർത്ഥിക്കുന്ന നിൻ്റെ മനസ്സ് നിൻ്റെ ഏകാഗ്രത കെടുത്തിക്കളഞ്ഞാൽ പിന്നെ നീ പ്രാർത്ഥിക്കുകയല്ല. ഹല്ലേലൂയ. രാവിലെ ചുമ്മാ ഒരു ടെൻഷൻ ക്രിയേറ്റ് ചെയ്ത് എന്നും രാവിലെ മര്യാദയ്ക്ക് എഴുന്നേറ്റ് ബൈബിളും വായിച്ച് പ്രാർത്ഥിച്ച് മറ്റുള്ളവർക്ക് വേണ്ടിയും പ്രാർത്ഥിച്ച് എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കുന്ന ആളാണ്. രാത്രി മൈൻഡ് അങ്ങോട്ട് ഡിസ്റ്റർബായിപ്പോയി. രാവിലെ പ്രാർത്ഥനയില്ല, പാട്ടുമില്ല, എല്ലാം നിന്നുപോയി. ദൈവത്തിന് സ്തോത്രം. ഞാൻ പണ്ട് പറഞ്ഞ ഉദാഹരണം ഇപ്പോഴും പറയുക. ദൈവത്തിന് സ്തോത്രം. ഇപ്പം ഞങ്ങൾ ഓട്ടക്കളത്തിൽ നമ്മൾ ഓടാനിറങ്ങി.
ഞാനും വേറൊരാളും കൂടെ ഓടാൻ നിൽക്കുക, ഞാനും അനിലും കൂടെ ഓടാൻ നിൽക്കുക. ഉറപ്പായിട്ട് ഓടിയാൽ അനിൽ പാസ്റ്റർ ജയിക്കത്തുള്ളൂ, ഞാൻ ജയിക്കത്തില്ല. കാരണം പുള്ളിയുടെ ബോഡി സ്ട്രക്ചറൊക്കെ നോക്കിയാൽ പുള്ളി നല്ല ഓട്ടക്കാരനാണ്. സമ്മാനം കിട്ടിയിട്ടുണ്ടോ ഓട്ടത്തിൽ വല്ലോ? കിട്ടിയിട്ടുണ്ട്. എനിക്കന്ന് ഒട്ട് കിട്ടിയിട്ടുമില്ല. ഇങ്ങോട്ട് നോക്കാം, സ്തോത്രം. സത്യം, പുള്ളി ഉറപ്പായിട്ട് ജയിക്കും. അപ്പോൾ പുള്ളി ഞാനും കൂടെ ഓടാൻ നിൽക്കുക, ഇങ്ങനെ നിൽക്കുക. ഒറ്റ വിസില് കട്ടാൻ ഞങ്ങൾ ഓടും. പക്ഷെ എനിക്ക് ജയിക്കാനൊരു വഴിയുണ്ട്. എന്താ ചെയ്യണമെന്നറിയോ? സാവിച്ചാനോട് പറയണം, ഓടാൻ നിൽക്കുന്ന അനിൻ്റെ ചെവി ചെന്ന് പറയണം, ഓട്ടം കഴിഞ്ഞ ഉടനെ എമിലിയെ ഒന്ന് വിളിക്കണം. എന്തോ കാര്യമൊന്നുമില്ല, ഒരു ചെറിയ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാൽ മതി, ഞാൻ ജയിക്കും. കാര്യം ഓടുന്നതിനിടെ അനിൻ്റെ ചിന്ത എങ്ങോട്ട് പോകും? പിശാചിൻ്റെ ഒരു വലിയ പ്ലാനാണ് ഈ കൃപയിൽ നിൽക്കുന്ന നിന്റെ മനസ്സിനെ അവിടെ ഇവിടെയൊക്കെ കൊണ്ട് കളയുക. വലിയ അനുഗ്രഹം നിനക്കുള്ളതാണ്, വലിയ വിജയം നിനക്കുള്ളതാണ്, വലിയ ഭാവി നിനക്കുള്ളതാണ്. നിന്റെ മനസ്സിനെ എവിടെയൊക്കെയോ കൊണ്ടു നടക്കുക. ഇന്ന് ആ ബുദ്ധിമുട്ടുകളെല്ലാം മാറണം. ഏത് കരുത്തുള്ളവനെ, യെസ്, ഓ ഹല്ലേലൂയ, തിരിച്ചറിഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. റബ്ബന ഹദിരി ബിഗുഡമന രമന. എനിക്കൊരിക്കലും ഉണ്ടായൊരു അനുഭവം നിങ്ങളോട് പറയാം. ഞാൻ ബോംബെയിലൊരു സ്ഥലത്ത് പ്രസംഗിക്കാനായിട്ട് ചെന്ന സമയത്ത്, സ്തോത്രം, ബോംബെയിലാണെന്ന് എൻ്റെ ഓർമ്മ, സ്തോത്രം, ബോംബെ തന്നെയാണ്. ഞങ്ങൾ പ്രസംഗിക്കാനായിട്ട് ചെന്ന സമയത്ത് പ്രസംഗം കഴിഞ്ഞ് ഒരു വീട്ടിനകത്ത് പോകേണ്ടതായിട്ട് വന്നു. അവിടുത്തെ പാസ്റ്റർ നിർബന്ധത്താലാണ് പോയത്. പാസ്റ്റർക്ക് അന്നേ വരാനുള്ള സമയവും ഇല്ലായിരുന്നു. ഒരു ബ്രദറിനെ ഞാൻ കൂട്ടി വിട്ടു, ആ ചർച്ചിലുള്ള ബ്രദർ. ആ ബ്രദറിനെയും കൂട്ടിക്കൊണ്ട് ഞാൻ അവിടെ പോയി. എൻ്റെ കാരണം അവർ നമ്മുടെ ടി വിയിലൊക്കെ പ്രോഗ്രാം കാണുന്നവരാണ്. ആ പുള്ളിക്കാരനുടെ ആക്സിഡൻ്റ് ഉണ്ടായിട്ട് കാലിൽ 3 ഒടിഞ്ഞിട്ട് പുള്ളി കട്ടിലെ തന്നെ ഇരിപ്പാണ്. അപ്പം ഞാൻ ആ വീട്ടിൽ ചെന്ന് പ്രാർത്ഥിക്കാനായിട്ടിരുന്നപ്പോൾ എന്നെ വണ്ടി ഓടിച്ച് ഡ്രൈവറായിട്ട് വന്നൊരു ബ്രദറുണ്ട്. ആ പുള്ളിക്കാരന് കൂടെ അവിടെ വന്നു. ഞങ്ങളവിടെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഈ കട്ടിലേ ഇരിക്കുന്ന അച്ഛൻ്റെ അടുക്കൽ പറയുക 3 ഒടിവുണ്ട്. ഡോക്ടർമാർ പറഞ്ഞത്, സ്തോത്രം, ഒരിക്കലും നടക്കത്തില്ലെന്ന്. എൻ്റെ കസിനൊരു ഡോക്ടർ പറഞ്ഞു, അച്ഛാ നടക്കാൻ പോലും ശ്രമിക്കരുതേ. പാസ്റ്റർമാരൊക്കെ നടത്താനൊക്കെ ശ്രമിക്കും, അച്ഛാ നടക്കാൻ പോലും ശ്രമിക്കരുത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അച്ഛൻ നടന്നു പോയ അച്ഛൻ ഇനി കിടന്നു പോകും, അതുകൊണ്ട് അച്ഛൻ നടക്കരുത്. ഇങ്ങനെയെല്ലാം പറഞ്ഞ് പുള്ളിയെ ഒരു വല്ലാത്ത മാരക രോഗിയൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ എൻ്റെ കൂടെ വണ്ടി ഓടിക്കാൻ വന്ന ആ ബോംബെയിലുള്ള ഒരു ആച്ചാനാണ്. പുള്ളി വന്നിട്ട് പറഞ്ഞു, പുള്ളിയോട് പറഞ്ഞു, ഇതുപോലെ കാല് 3 ഒടിഞ്ഞാൽ. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, പുള്ളി ആ നിപ്പി മുണ്ടങ്ങ് മടക്കി കുത്തി. എന്നിട്ട് പുള്ളി ആ കാലെടുത്ത് വെച്ച് പറഞ്ഞു, ഇത് 9 ഒടിഞ്ഞതാ. അല്ല, ഇത് 3 ഒടിഞ്ഞു, ഇത് 9 ഒടിഞ്ഞതാ. മൊത്ത സ്റ്റീല. യേശു എന്നെ സൗഖ്യമാക്കും. എന്നിട്ട് ആ പുള്ളി അച്ഛൻ ഇങ്ങോട്ട് എഴുന്നേക്കെന്ന് പറഞ്ഞ് കൈക്ക് പിടിച്ച് പുള്ളി ഇങ്ങ് എഴുന്നേറ്റ് പോന്നു. നിങ്ങൾ ശ്രദ്ധിക്കണം, എന്താ ഇവിടുത്തെ കാര്യം മനസ്സിലായോ? ചില വാക്ക് നിന്നെ സ്ഥലത്ത് ബന്ധിച്ചിട്ടേക്കുക, ചില വാക്ക് നിന്റെ ഹൃദയത്തെ ക്ഷീണിപ്പിച്ചിട്ടേക്കുക, ശക്തി പകർന്ന് എഴുന്നേൽപ്പിക്കാൻ. ഞങ്ങളുടെയൊക്കെ മുമ്പിൽ ഒരാളെ കിട്ടിയാൽ, രോഗിയാകട്ടെ, കടമുള്ളവനാകട്ടെ, കേസുള്ളവനാകട്ടെ, ഞങ്ങൾ സമയമെടുത്ത് അവരോട് സംസാരിക്കും. സമയമെടുത്ത് സംസാരിക്കും. കാരണം എന്താ? അവനെ സ്ട്രെങ്തൻ ചെയ്യുന്നതാണ് എൻ്റെ ശുശ്രൂഷ. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട് ഇവിടെ ഇരിക്കുന്ന ചിലരോട് പിശാചി ചില ഹൃദയത്തെ ക്ഷീണിപ്പിച്ച് ഇങ്ങോട്ട് വിടും. ഞങ്ങൾ 100 മടങ്ങ് എനർജി പകർന്ന് എഴുന്നേൽപ്പിക്കും. ഇന്നിവിടുന്ന് പോകുന്നതിന് മുമ്പ് നിന്റെ ഹൃദയത്തിൻ്റെ ക്ഷീണം മാറണം. ഒരു കാരണം വെച്ചാൽ ഹൃദയം. ഈ വേദപുസ്തക ചരിത്രത്തിൽ ഏലിയാവ് എന്ന് പറയുന്ന മനുഷ്യൻ എത്ര വലിയ കരുത്തുള്ളൊരു ദൈവമനുഷ്യനായിരുന്നു. ഒറ്റ പ്രാർത്ഥനയ്ക്ക് സ്വർഗത്തിലെത്തി ഭൂമി ഇറക്കിയവനാ. പക്ഷെ ഈസമേൽ ഒരു ദിവസം രാവിലെ ഒരു പേപ്പർ, ഒരു ലെറ്ററിൻ്റെ ഫോട്ടോ കോപ്പി എടുത്ത് ഏലിയാവ് വരുന്ന വഴിയിൽ ഒട്ടിച്ചു വെച്ചു. പുള്ളി അവിടെ നിന്ന് വായിച്ചു. എഴുത്തിനകത്ത് ഇത്രയേ ഉള്ളൂ, സ്തോത്രം, നാളെ ഈ നേരത്ത്, ആ ഭാഗം ഒന്നെടുത്ത്, നാളെ ഈ നേരത്ത്, ഹല്ലേലൂയ, സ്തോത്രം. എന്ന് പറഞ്ഞ ഏലിയാവോട് ഒരു ശുശ്രൂഷ ചെയ്തു. അപ്പൊ ഇസബേലിന് അത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. നാളെ ഈ നേരത്ത് ഞാൻ നിന്റെ ജീവനെ അവരിൽ ഒരുത്തന്റെ ജീവനെ പോലെ ആക്കുന്നില്ല എങ്കിൽ. ഇസബേലുമാരെയും ആഹാബുമാരെയും എല്ലാം ബോധ്യപ്പെടുത്തി നമുക്ക് ശുശ്രൂഷിക്കാൻ പറ്റുമോ? പറ. ഈ പറ്റത്തില്ല. ചിലർക്കൊക്കെ ശുശ്രൂഷ ഇഷ്ടപ്പെട്ടെന്ന് വരാം, ഇഷ്ടപ്പെട്ടില്ലെന്ന് വരാം. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലേലും ശുശ്രൂഷ ദൈവത്തിൻ്റെയാണ്. ഇസബേല് ഒരു ഫോട്ടോ, ഒരു ലെറ്റർ എടുത്തിട്ട് ഫോട്ടോ കോപ്പി എടുത്ത് ആ പഞ്ചായത്ത് മുഴുവൻ ഒട്ടിച്ചു. എലിയ വരുന്ന വഴിക്കല്ല ഒട്ടിച്ചു വെച്ചു. കേട്ടോണം. നാളെ ഈ നേരത്ത് ഞാൻ നിന്റെ ജീവനെ അവരിൽ ഒരുത്തന്റെ ജീവനെ പോലെ ആക്കുന്നില്ല. 24 മണിക്കൂറിനകം നിന്നെ നീ ഇപ്പൊ ചെയ്ത പോലെ നിന്റെ ജീവനെ ഞാൻ എടുക്കും. ദേവന്മാർ എന്നോട് തക്കവണ്ണോ അധികം ചെയ്യുമാറാട്ടെ എന്ന് പറയിച്ചു.
അവൻ ഭയപ്പെട്ടു. ആര്? ഏലിയാവ്. ഈ എപ്പോഴും ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. സ്തോത്രം. ഈ ദാവീദിന്റെ ലൈഫിന്റെ വിജയം എന്നാണെന്നറിയോ? പുള്ളി സങ്കീർത്തനം 27, ഒരു സൈന്യം എൻ്റെ നേരെ പാളയം ഇറങ്ങിയാലും എൻ്റെ ഹൃദയം ഭയപ്പെടുകയില്ല. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാൽ എൻ്റെ ഹൃദയം. സ്തോത്രം, 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 സ്തോത്രം. നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാൽ. ഈ ഒരിക്കൽ നിങ്ങൾ ഓർക്കുന്നുണ്ട് മീറ്റിംഗിൽ നിന്ന് 14 പാമ്പ് കടിച്ച ഒരാൾ ഇവിടെ യോഗത്തിന് ദൈവം എഴുന്നേൽപ്പിച്ചായിരുന്നു. എത്ര പാമ്പായിരുന്നു? 14 പ്രാവശ്യം കടിച്ചു. ഈ കഴിഞ്ഞ ദിവസം എന്നെ ഒരു സ്ഥലത്ത് നമ്മുടെ ഒരു ചർച്ചിനകത്ത് വന്നൊരു ബ്രദർ കണ്ടു. അദ്ദേഹം വലിയ ബിസിനസ്സുകാരനാണ്. അദ്ദേഹം ഏക്കർ കണക്കിന് തോട്ടമുണ്ട്. അവിടെ ഈയിടെ കൈത വെച്ചു. ഫുള്ള് കൈതയാണ്. 80 ഏക്കർ കൈത വെച്ചേക്കുക ഫുള്ള്. അപ്പം പുള്ളി പറഞ്ഞ ഈ കഴിഞ്ഞ 2 വർഷമായിട്ട് ഈ കൈത വെക്കുന്നതിനിടയിൽ കണ്ടമാനം പാമ്പിറങ്ങി നടക്കുക. 5 ജോലിക്കാര് ഈ 2023-24 വർഷങ്ങളിൽ അവിടെ വെച്ച് കടിയേറ്റ് മരിച്ചു. നിങ്ങൾ ശ്രദ്ധിക്കണം. സ്തോത്രം. ആ പുരയിടത്തില് ഈ 80 ഏക്കറിനകത്ത് കൈതച്ചക്ക ഉണ്ടായി. കൈതയെല്ലാം പൂത്തു. നാഷപ്പറമ്പിൽ ലോറിയിലായി കൈതച്ചക്ക കയറ്റി വിട്ട്. പോയ ലോറി പോയതുപോലെ തിരിച്ചു വന്നു. എന്താണെന്നറിയോ? ഏത് കൈതച്ചക്ക എടുത്ത് വെട്ടിയാലും ആകം പുഴുത്തിരിക്കുക. നിങ്ങൾ ശ്രദ്ധിക്കണം. ഹല്ലേലൂയ. ആ പുള്ളി വലിയ പ്രശ്നത്തിലായി. പുള്ളി എന്നോട് പറഞ്ഞു ഒറ്റ ജോലിക്കാർ പറമ്പിൽ ഇറങ്ങത്തില്ല. സ്തോത്രം. അദ്ദേഹം പറഞ്ഞു ഞാൻ രാവിലെ മുണ്ടുമൊക്കെ മടക്കി കൊത്തി പാമ്പ് ഒരു പാമ്പും ഇല്ലെന്നൊക്കെ പറഞ്ഞ് ഇറങ്ങി നടക്കുക. എന്നെ ഒരു പാമ്പും കടിച്ചിട്ടുമില്ല. ഞാനാ മുഴുവൻ കൃഷി എടുക്കാൻ പോകുന്നേ. അപ്പൊ എന്താ ഒരു ധൈര്യ. പണ്ടെങ്ങാണ്ട് വണ്ടി ഇടിച്ചെന്ന് പറഞ്ഞ് വണ്ടി ഓടിക്കാത്ത എത്രയോ പേരുണ്ട്. വേണ്ട മിണ്ടുന്നില്ല. ഹല്ലേലൂയ. പണ്ട് ഊഞ്ഞാലെ കയറിപ്പോ നടുവെട്ടിക്കൊണ്ട് ഇന്ന് മരിക്കുന്നിടം വരെ ഊഞ്ഞാലെ കയറത്തില്ലെന്ന് പറയുന്ന ആൾക്കാരും. ഞാനിപ്പോഴും ഊഞ്ഞാല് വെട്ടിയേക്കും. നിങ്ങൾ ഇങ്ങോട്ട് നോക്ക. അതെന്നാ കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ. ഞാനൊരിക്കൽ ഒരു വർഷം എനിക്കൊന്ന് 2021 തോന്നുന്നു 21 ആ വർഷം തന്നെ 4 കാർ ആക്സിഡന്റ് എനിക്കുണ്ടായി. ആ 4 ആക്സിഡന്റ് ഞാൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആൾക്കാരനൊക്കെ എന്നോട് പറഞ്ഞു പോരാട്ടമാണ് ഇനി കാറേ കയറണം. കാറേ കയറാതെ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? കണ്ട മിണ്ടുന്നില്ല. ഞാൻ പറഞ്ഞു ഒരു പോരാട്ടവും ഇല്ല. എൻ്റെ വണ്ടി ഓടിച്ച ഡ്രൈവർക്ക് ഓടിക്കാനറിയത്തില്ല. അവനെ പറഞ്ഞു വിട്ടു. അതോടെ എല്ലാ പോരാട്ടവും മാറി. നിങ്ങൾ എന്നെ നോക്കി ഞാൻ പറയട്ടെ. എന്താ ഇവിടുത്തെ വിഷയം മനസ്സിലാക്കണം. നിന്നെ ഭയപ്പെടുത്താനാ പിശാച് നോക്കുന്നേ. എന്നെ ഭയപ്പെടുത്താൻ ഒത്തിരി പേര് വന്നിട്ടുണ്ട്. പക്ഷെ അവന്മാർ പേടിക്കുമല്ലാതെ ഞാൻ പേടിക്കുകയില്ല. യോശുവയുടെ ദൈവം പറയാ ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കെ യഹോവയിൽ പ്രത്യാശയുള്ള ഏവരുമേ ധൈര്യപ്പെട്ടിരിപ്പീൻ. അടുത്ത പറയാമോ? നിങ്ങളുടെ ഹൃദയം പറ ഉറച്ചിരിക്കട്ടെ. അടുത്തിരിക്കുന്നൊക്കെ ഒന്ന് കൈ കൊടുത്ത് പറ ഹൃദയം ഉറച്ചിരിക്കട്ടെ എന്ന് പറ. സ്തോത്രം. നമ്മൾ വിചാരിക്കുന്ന സമയത്ത് നമ്മുടെ ജോലി കിട്ടേണ്ട പോലെ കിട്ടിയില്ലെങ്കിലൊക്കെ നമ്മളിങ്ങനെ അങ്ങ് ക്ഷീണിക്കുക. അങ്ങനെ അരുത്. ഞാൻ ദൂതിലോട്ട് വരിക. നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടെ. അപ്പം നിങ്ങളുടെ ഹൃദയം ഇപ്പം ഏലിയാവ് എന്ത് ചെയ്യുന്നതെന്നറിയാമോ? ഇസബേലിൻ്റെ വാക്ക് കേട്ട് പേടിച്ചു പോയി. ഇസബേലിൻ്റെ വാക്ക് കേട്ട് എന്തോ ചെയ്തു? പേടിച്ചു പോയി. നമുക്കൊക്കെ പേടിയുണ്ടോ? ഉണ്ടെന്നില്ല. പേടിയുണ്ടോ നമുക്കൊക്കെ? പേടിയുണ്ടോ? ഞാനൊന്നും പറയുന്നില്ല. പേടിയുണ്ടോയെന്ന് ചോദിച്ചാൽ കുറച്ചൊക്കെ ഉണ്ട്. പണ്ട് ഒരു വലിയ മീറ്റിംഗ് കാണുന്ന ഒരാൾ ചോദിച്ചു പേടിയില്ലാത്ത ആരെങ്കിലും ഉണ്ട് എഴുന്നേക്കാൻ ഒരാൾ ചാടി അങ്ങ് എഴുന്നേറ്റു. അപ്പം ലീഡ് ചെയ്ത ആൾ ഒട്ടും പേടിയില്ലയോ? ഒട്ടും ആരും പേടിയില്ലയോ? ഭാര്യയെ മാത്രം ഒരു ചെറിയ പേടി. ചെല്ലൊക്കെ പേടിക്കുന്നത് നല്ലതാ. പോട്ടെ, ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് ഇച്ചിരി ഗഹനമായിട്ട് വരാൻ. നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടെ. അപ്പൊ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? ഭയപ്പെടരുത്. സ്തോത്രം. നിന്നെ അതിലെ വിടത്തില്ല. നിന്റെ കുടുംബത്തെ ഞങ്ങൾ മുടിക്കും എന്നൊക്കെ പറയുമ്പോൾ എന്നാ പിന്നെ മുടിക്കുന്ന ഒന്ന് കണ്ടിട്ടേ ഉള്ളു, ബാക്കി കാര്യവും തീരുമാനിക്കണം. ഒരാമിയും വരുന്നില്ല. എന്നോടൊരിക്കൽ ഒരാൾ പറഞ്ഞു മുഴുവൻ ആഭിചാര. ഞാൻ പറഞ്ഞു അതിൻ്റെ മട്ടയ്ക്ക് ബെഡ്ഷീറ്റിട്ട് ഉറങ്ങാനായി എനിക്ക് വരം. നിങ്ങൾ എന്നാ മിണ്ടാത്തേ? നിങ്ങൾ ശത്രുദോഷങ്ങൾക്ക് മുകളിൽ പാർക്കാനാ. നിങ്ങൾ പാർക്കുന്നിടം സാത്താന്റെ സിംഹാസനമുള്ളടവാ. എന്നാലും നീ എൻ്റെ നാമത്തെ മുറുകെ പിടിച്ചിരിക്കുന്നു.
ഹലോ, നിന്റെ അകത്തെ കഴിവുകളെ നഷ്ടപ്പെടുത്തി, മിടുക്കുകളെ നഷ്ടപ്പെടുത്തി നിന്നെ ബന്ധിച്ചിട്ടെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ചിലരോട് പരിശുദ്ധാത്മാ പറയുക, ഹൃദയം ക്ഷീണിക്കരുത്. ഈ സത്യത്തിൽ ഏലിയാവിൻ്റെ കാര്യം പ്രാർത്ഥിക്കുമ്പോൾ ഈ ഹൃദയം ക്ഷീണിച്ച് കഴിയുമ്പോൾ ഏലിയാവിൻ്റെ പ്രാർത്ഥനയൊക്കെ കണ്ടോണേ. കർത്താവ് 850 കള്ളപ്രവാചകന്മാർ നിൽക്കുമ്പോൾ, യഹോവേ ഞാൻ നിൻ്റെ ദൈവമെന്ന്, നീ എൻ്റെ ദൈവമാണെന്ന്, ഞാൻ നിൻ്റെ ദാസനാണെന്നും ഒക്കെ അറിയിക്കാൻ തീ ഇറക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ തമ്പുരാൻ ഇങ്ങനെ ഇറക്കുക. ഇപ്പം പുള്ളി പ്രാർത്ഥിക്കുക, കർത്താവേ എനിക്ക് ഇപ്പം ചാകണം, എന്നെ ഇപ്പം ഞാൻ എൻ്റെ അപ്പന്മാരെ കാട്ടി നല്ലവനല്ലല്ലോ, എനിക്കൊത്തിരി കുറവുണ്ടല്ലോ, ബലഹീനതയുണ്ടല്ലോ, എന്തോ ഇതിനായി ശുശ്രൂഷ തന്നെ, അങ്ങ് കൊല്ല് കർത്താവേ, എടുക്ക് കർത്താവേ. ഇതെല്ലാം ക്ഷീണത്തിൽ നിന്ന് വരുന്ന വാക്കാണ്. പുള്ളിയുടെ പ്രാർത്ഥന കേട്ടോണേ. പുള്ളിയുടെ പ്രാർത്ഥനയോടെ നമുക്കൊന്ന് വായിക്കാം. ഇത്രയും വായിച്ചല്ലോ. 1 രാജാക്കമ്മ 19:4. താനോ മരുഭൂമിയിൽ ഒരു ദിവസത്തെ വഴി ചെന്നു, ഒരു ചൂരച്ചിടിയുടെ തണലിൽ ഇരുന്ന് മരിപ്പാനിച്ചു. ഇതെല്ലാം പറഞ്ഞ് ഇനി മരിക്കാനേ രക്ഷയുള്ളൂ, എല്ലാം തീർന്നു ബ്രദറെ. കച്ചവടം ചെയ്ത് എല്ലാം പരാജയപ്പെട്ടു, കടമ, ജപ്തിയ, ചാകാൻ പോവാ. ഇതൊന്നും ജപ്തി ഒന്നും വിഷയമില്ല. കടമില്ലാത്ത ആർക്കാ? കണ്ടോ മിണ്ടുന്നില്ല. എല്ലാവർക്കും എന്തുണ്ട്? കടമൊക്കെ ഉണ്ട്. കണ്ടോ മിണ്ടുന്നില്ല. നാളെ ഞാനൊരു വീട്ടിൽ ചെന്നപ്പോൾ ഒരു ബ്രദർ എന്നോട് പറഞ്ഞു, പാസ്റ്ററേ മരിക്കാൻ പോവാ. ഞാൻ ചോദിച്ചു എന്തോ ഷുഗർ? ഞാൻ പറഞ്ഞേടാ, കുടുംബത്തിൽ പറഞ്ഞവനാ ഷുഗർ. വഴിയെ നടക്കുന്ന ഒരുത്തിന് ഷുഗറില്ല, നല്ല ഫാമിലിയിലാണെന്ന് നിനക്ക് ഷുഗറുണ്ട്. അപ്പോൾ പുള്ളി അവനോട് ചോദിക്കുക, പക്ഷെ ശരിക്കും പുള്ളി അതോടെ ധൈര്യപ്പെട്ടു. നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോ. ഈയിടെ എൻ്റെ ഒരു ഫ്രണ്ടിനെ കണ്ടു, പുള്ളി അവിടെ സ്മാർട്ടായിട്ടിരിക്കുന്നു. ഞാൻ പുള്ളിയോട് ചോദിച്ചു, എന്നാണ് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. ഞാൻ ചോദിച്ചു എങ്ങനെയുണ്ട്? കുഴപ്പമില്ലൊരു 3 ഫാക്ടറി വാങ്ങിച്ചെന്ന് പറഞ്ഞു. 3? ഒരു ഫാക്ടറിയൊക്കെ വാങ്ങിച്ചത് നമ്മളോട് പറയണ്ടേ? നല്ല ഫാക്ടറി ആണോ? പിന്നെ 1ാമത്തെ ഫാക്ടറി ഷുഗർ ഫാക്ടറി. ഞാൻ പറഞ്ഞു ഇനിയും പറയണ്ട, വണ്ടിയുടെ ഫാക്ടറി എനിക്കറിയാം ഇപ്പം. കണ്ടോ? അല്ല ഷുഗർ വന്നേ, കിഡ്നി പോകുമേ, അയ്യോ ബ്രദറെ, കിഡ്നി പോയ 4 പേരുടെ ഫോട്ടോയും ഫോണെ വെച്ച് നടക്കുക. പുള്ളിയുടെ കിഡ്നി പോയി. പുള്ളി അങ്ങനല്ല. നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടെ. തമ്പുരാണ് നിന്നെ നിന്റെ ജീവനെ എടുക്കാനാ പ്ലാനെങ്കിൽ രാത്രി ഉറങ്ങി രാവിലെ ഉണരായിരുന്നാ പോരെ? നമ്മളാരും മിണ്ടുന്നില്ലല്ലോ. രാത്രി ഉറങ്ങി രാവിലെ അച്ഛൻ പോയി. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചു എന്താ ഇവിടെ പഠി? യാതൊന്നിനെയും ഭയപ്പെടരുത്. ഒന്ന് തൊട്ടച്ച് പറ, ഭയപ്പെടല്ലെന്ന് പറ. കാര്യം എന്താ ഇവിടെ? നീ ക്ഷീണിച്ചു പോയാൽ നിന്നെ പിന്നെ ഒന്നും ചെയ്യാൻ കൊള്ളത്തില്ല. ചിലർ ക്ഷീണിച്ചു പോയിരിക്കുക. ചിലർ പറയുന്നത്, ബ്രദറെ ഞാൻ പരീക്ഷ എഴുതി 3 വട്ടം തോറ്റു. ഈയിടെ 14 സപ്ലി ഉള്ളൊരു ചെറുക്കനെ ഞാൻ വന്ന് കണ്ടു. എഞ്ചിനീയറിംഗ് പഠിച്ച 14 സപ്ലി. ഇനി എഴുതാം. ഞാൻ പറഞ്ഞടാ നീ ആണാന്ന് എഴുതണം. അവൻ പറഞ്ഞടാ സ്തോത്രം. എൻ്റെ ഒരു കസിൻ്റെ ഒരു റിലേറ്റീവ് ഉണ്ടായിരുന്നു, അവന് 18 സപ്ലി ആയിരുന്നു. അവന് ഊർജം പറഞ്ഞ് മൊത്തം എഴുതി. ഞാനൊന്നേടാ 18 സപ്ലി പാസ്സായോ? അന്നേരം അവന് വെളിവ് വന്നു. അവൻ പോയി പഴയ പുസ്തകമൊക്കെ തപ്പി പിടിച്ചെടുത്ത് മൊത്തം പാസ്സായി. കേട്ടോ, ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. 10 പേരെ ശക്തീകരിക്കാൻ ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാൽ, തോറ്റവനെ വിജയിപ്പിക്കുന്നതാ ശുശ്രൂഷ, പരാജയപ്പെട്ടവനെ ജയിപ്പിക്കുന്നതാ ശുശ്രൂഷ. നിങ്ങൾക്കറിയാം, ഏലിയാവ് പറയാ, കർത്താവേ എന്ത് ചെയ്താൽ മതി? എനിക്കിപ്പം മരിച്ചാൽ മതി. ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ മതി യഹോവേ, എന്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ. കർത്താവേ എനിക്ക് ചാകണം, ഞാൻ എൻ്റെ പിതാക്കന്മാരെക്കാൾ നല്ലവനല്ലല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ ചൂരച്ചിലയുടെ തണലിൽ കിടന്നുറങ്ങുമ്പോൾ പെട്ടെന്നൊരു ദൂതൻ അവനെ തട്ടി അവനോട്. കർത്താവിന് മനസ്സിലായി ഈ നമുക്ക് ഇഷ്ടമുള്ള കാര്യമൊക്കെ എന്തുവന്ന് കർത്താവിനറിയാം. കർത്താവ് എന്ത് ചെയ്യുന്നറിയോ? പെട്ടെന്ന് ഇവന് പെട്ടെന്ന് ഒരു ഫുഡ് അറേഞ്ച് ചെയ്തു. ചിലർക്ക് ഒരു ഫുഡ് കൊടുത്താൽ തീരുന്ന വിഷയമേ ഉള്ളൂ. വേണ്ട വേണ്ടുന്നില്ല. ചിലർക്ക് ഒരു ഫുഡ് കൊടുത്താൽ 2 വീട്ടുകാർ തമ്മിൽ ഭയങ്കര വൈരാഗ്യമാണ്. അവർ പറഞ്ഞ് ഇവരെ അങ്ങ് ഭയങ്കരമായിട്ട് ആവിചാരം ചെയ്തുകൊണ്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞ് എൻ്റെ അടുക്ക് വന്നു. അപ്പം ഞാൻ പറഞ്ഞു, അച്ഛാ ഒരു കാര്യം ചെയ്താൽ മതി, അപ്പുറത്തെ അച്ഛനെ വിളിച്ചുകൊണ്ട് ഒരു ഫുഡിന് പോയാൽ മതി. വരുമോ? ഞാൻ പറഞ്ഞു വരും. ആ പുള്ളിയുടെ എൻ്റെ അടുക്ക വന്ന ബ്രദറിൻ്റെ മോടെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേയാ. ഞാൻ പറഞ്ഞൊരു ഹോട്ടലിൽ വെച്ച് പാർട്ടി നടത്താം. ഒരു ബർത്ത്ഡേ നടത്തേണ്ടിയിട്ടല്ല, ഇവനെ ഒന്ന് വരുത്തേണ്ടിയിട്ടാ പാർട്ടി നടത്തി വെച്ചെന്ന് പറഞ്ഞാൽ, അച്ഛാ പിന്നെ മോടെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേയാ. സ്തോത്രം. അച്ഛനും കുടുംബം വരണം, വേറെ ആരും വിളിച്ചിട്ടില്ല, നമ്മൾ 2 മാത്രം മതി, നമുക്ക് ആ ബർത്ത്ഡേ ഒന്ന് ആഘോഷിക്കണം. അതിന് തന്നെ വരാമല്ലോ. അവിടെ ബർത്ത്ഡേക്ക് വന്നപ്പോൾ എല്ലാം ഭർത്താവിന് എല്ലാം പറഞ്ഞ് ഒന്നിച്ച് ഐസ്ക്രീം കഴിച്ചു. അതോടെ പ്രശ്നം മുഴുവൻ തീർന്നു. ഇപ്പം ചേട്ടനെന്ന് പറഞ്ഞാൽ ചാവും.
നിങ്ങളാരും മിണ്ടുന്നില്ലല്ലോ. ഇവിടുത്തെ എന്താ, ചിലർക്കൊരു ഫുഡ് കൊടുത്ത ഇടപാട് തീരും. എലിയാവ് ഇങ്ങനെ വയ്യ കർത്താവെ ചാകണമെന്ന് പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞ ഒരു കാര്യം ചെയ്തു. ദൂതന്മാരോട് പറഞ്ഞ് സ്വർഗത്തിലെ കല്ല് ഭൂമി കൊണ്ടിട്ട് കൂട്ടി. അവൻ കണ്ണ് തുറക്കുമ്പോൾ ഒരട ഇങ്ങനെ ചുട്ട് പൊങ്ങിയിരിക്കണം. ചിലർ പൂരി കൊണ്ടിരുന്നിട്ടില്ലയോ, അതുപോലെ ഇങ്ങനെ ഇരിക്കണം. ഇത് കാണുമ്പോൾ ഇവൻ എഴുന്നേറ്റ് അവൻ എടുക്കാൻ അവൻ പിന്നെയും കിടന്നുറങ്ങി. തമ്പുരാന് മനസ്സിലായി ഇത് കൊടുത്തിട്ട് കാര്യം, ഒരു സ്പിരിച്വൽ ഫുഡ് അതുകൊണ്ട് അങ്ങോട്ട് കൊടുത്തു. അടുത്ത നോക്കിയോ നിങ്ങൾ സതിയെ, ഇവൻ ഇങ്ങനെ കിടക്കേണ്ടവനല്ല. കാരണം ഒരു ഏലീശായെ അഭിഷേകം ചെയ്യാനുണ്ട്, ഒരു യേഹൂവിനെ അഭിഷേകം ചെയ്യാനുണ്ട്. ഇവൻ ഇങ്ങനെ കിടക്കേണ്ടവനല്ല. ഞാൻ നിന്നോട് പറയുന്നു, നീ ഇങ്ങനെ കിടക്കേണ്ടവനല്ല. നിന്നിലൂടെ ഒത്തിരി പേർക്ക് നന്മ കിട്ടാനുണ്ട്, ഒത്തിരി പേർക്ക് ജോലി നിന്നിലൂടെ ഒത്തിരി പേർ വിടുവിക്കപ്പെടാനുണ്ട്. തിരിച്ചറിഞ്ഞൊരു സ്തോത്രം ചെയ്തേ. നിന്റെ കുടുംബത്തിലൂടെ ഒത്തിരി പേർ അനുഗ്രഹിക്കപ്പെടാനുണ്ട്. എവിടൊക്കെയോ കൃപ വ്യാപരിച്ചുകൊണ്ടിരിക്കുക. നിന്റെ സന്തതിയിലൂടെ ഒത്തിരി പേർ വിടുവിക്കപ്പെടാനുണ്ട്, നിന്റെ കുടുംബത്തിലൂടെ. കർത്താവ് ഇതിനകത്തൂടെ ഇറങ്ങി നടക്കുകയാ. ലബദന ഹതിരി ബിഗുഡബല ദുരബല രബദന. ആരോടൊക്കെയോ ഞാൻ പ്രവചിച്ചു പറയാം, നിന്നിലൂടെ ഒത്തിരി പേർ അനുഗ്രഹിക്കപ്പെടാനുണ്ട്, നിന്നിലൂടെ ഒത്തിരി പേർ വിടുവിക്കപ്പെടാനുണ്ട്, നിന്റെ കുടുംബത്തിലൂടെ. ഹല്ലേലൂയ. നീ മീറ്റിംഗ് തീരുന്നതിന് മുമ്പ് നീ പറയുന്നു നീ ഒരു ശപിക്കപ്പെട്ടവളാന്ന്. നീ ഒരു അല്ല, നീ അനുഗ്രഹിക്കപ്പെട്ടവനാ. നിന്നിലൂടെ ഒത്തിരി പേർക്ക് അനുഗ്രഹം കിട്ടാനുണ്ട്. എത്ര പേർ നീ ഒരു അബ്രഹാമേ, നീ ഒരു അനുഗ്രഹമാ. നിന്റെ വീടിന് നീ ഒരു അനുഗ്രഹമാ, നിന്റെ ദേശത്തിന് നീ ഒരു അനുഗ്രഹമാ, ചുറ്റുപാടുകൾക്ക് ഒരു അനുഗ്രഹമാ. നിന്നിലൂടെ ഒത്തിരി പേർക്ക്. എത്ര പേരാമയും പറയാൻ പറ്റും? യേശുവിൻ്റെ നാമത്തിൽ റബന ഹഡമന. അല്പനിമിഷം സ്തോത്രം ചെയ്തു. ഈ ദൂത് വെളിപ്പെടുത്താൻ പോവാ പരിശുദ്ധാത്മാവ്. നിന്റെ ഹൃദയം ക്ഷീണിക്കരുത്, ഹൃദയം ക്ഷീണിക്കരുത്, ഹൃദയം ക്ഷീണിക്കരുത്. ഹീലിംഗ് പവർ